ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രോട്ടീൻ ബോളാണ്. ഇത് വെയിറ്റ് ലോസുകാർക്ക് പറ്റിയ ഒരിതാണ്. പ്രോട്ടീൻ ലഡുവാണിത്. വെയിറ്റ് ലോസുകാർക്ക് ഏറ്റവും ബെറ്ററാണ്. ഡെയിലി എനർജിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം കഴിച്ചാൽ മതി. ഇത് കുഞ്ഞു മക്കൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വെയിറ്റ് ലോസുകാർക്ക് വേണമെങ്കിൽ ഇതിൽ പ്രോട്ടീൻ പൗഡർ കൂടെ മിക്സ് ചെയ്തും നമുക്കിത് ലഡുവാക്കി വെക്കാൻ പറ്റും. കുറേ ദിവസം ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു സംഭവമാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് നമ്മുടെ റോസ്റ്റഡ് കപ്പലണ്ടി പൊടിച്ച് വെച്ചേക്കുന്നതാണ്. പീനട്ട് നമ്മുടെ ഉപ്പില്ലാത്ത റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടി. ഉപ്പുള്ളതാണെങ്കിലും കുഴപ്പമില്ലാതെ നിങ്ങളിങ്ങനെ മിക്സിക്കകത്ത് ക്രഷ് ചെയ്ത് പൊടിച്ച് വെക്കുക. ഓവറായിട്ട് അരഞ്ഞു പോരുത്, ക്രഷ് ചെയ്ത് പൊടിച്ച് വെക്കുക. ഇത് ഓട്സ് പൊടിച്ചതാണ്. അതേപോലെ തന്നെ ഈത്തപ്പഴം, മധുരത്തിന് എത്ര മധുരം വേണോ അത്രയും മധുരത്തിനനുസരിച്ച് ഈത്തപ്പഴം എടുത്ത് നിങ്ങൾ വെള്ളത്തിനകത്ത് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് ഇത് നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഏലക്കയുടെ ഇതിൻ്റെ പുറത്തോല് മാറ്റി കളഞ്ഞിട്ട് ഇതിൻ്റെ സീഡ് എടുക്കണം. പിന്നെ കൊക്കോ പൗഡർ വേണം, കുറച്ച് കൊക്കോ പൗഡർ വേണം. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇതിനകത്ത് ഷുഗറോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല. നല്ലൊരു ഹെൽത്തി ലഡുവാണ്. ഇനി പീനട്ട് നിങ്ങൾക്ക് കപ്പലണ്ടി വീട്ടിൽ ഇല്ലാത്തവർക്ക് പീനട്ട് ബട്ടർ വെച്ച് വേണമെങ്കിലും ഇത് ചെയ്യാം. അതന്നേരം ഈ പേസ്റ്റ് അരച്ചുകൊണ്ട് വന്നതിന് ശേഷം പീനട്ട് ബട്ടർ അതിനകത്ത് സ്കൂപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ഈ ഈത്തപ്പഴം കൂടെ അടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളിത് കാണിച്ചു തരാം. അപ്പോഴും നല്ല സ്മാഷ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വെള്ളം ചേർത്ത് അരച്ചാൽ മതി. അപ്പോൾ നല്ലതുപോലെ തന്നെ നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടും. പിന്നെ അതിനകത്തേക്ക് പീനട്ട് വേണം, ഓട്സ് വേണം. ഇതിച്ച് വെള്ളം കൂടി പോയാലും ഈ ഓട്സിൻ്റെ പൗഡർ ഇട്ട് നമുക്ക് ഓട്സിൻ്റെ പൗഡർ കുറച്ചും കൂടെ കൂടുതലായിട്ട് തന്നെ നമുക്കതിനെ ഉരുട്ടിയെടുക്കാൻ പരുവത്തിനാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മതി കൊക്കോ പൗഡർ കുറച്ച് മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് നിങ്ങൾക്ക് ചിയാ സീഡോ ഫ്ലാക്സ് സീഡോ ഒക്കെ പൊടിച്ചിടാം. വെയിറ്റ് ലോസിൻ്റെയാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡറുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്സ് ചെയ്യാം. അപ്പം ഏറ്റവും നല്ലതാണ്. ഇത് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റും. ഡെയിലി ഒരു ബോൾ നമ്മൾ വെളിയിൽ നിന്ന് ലഡു വാങ്ങിച്ച് കൊടുക്കുന്നതിനൊക്കെ ബെറ്റർ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ്. ഡെയിലി കുഞ്ഞുങ്ങൾക്ക് ഇതേ ഒരു പ്രോട്ടീൻ ബോൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അവരുടെ ശരീരത്തിന് പ്രോട്ടീന് കിട്ടുകയും ചെയ്യും. അവർ നല്ല വൃത്തിയായിട്ട് കഴിക്കുകയും ചെയ്യും. പിന്നെ മധുരം വേണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പനം കൽക്കണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ജാഗരി അങ്ങനെയുള്ള എന്തെങ്കിലും ശർക്കര പോലത്തെ സംഭവങ്ങളും കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ തേൻ മിക്സ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് ലൂസ് ആവുന്നതനുസരിച്ച് നിങ്ങൾ ഈ ഓട്സിൻ്റെ പൗഡർ ഇട്ട് അതിനെ ഉരുട്ടാൻ പരുവത്തിനാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇനി ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അതിലേക്ക് ഞാൻ പ്രോട്ടീൻ പൗഡർ ഇടുന്നുണ്ട്. പിന്നെ ഈ ഓട്സിൻ്റെ ഇത് ഞാൻ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കും. ഇത് ബോളാക്കാൻ പറ്റുന്ന പരുവത്തിന്. പീനട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്ത് പഞ്ചസാരയോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല. വെറും ഓട്സ്, കൊക്കോ പൗഡർ, ഈത്തപ്പഴം, ഒരു 3-4 യോഹൻ്റെ പേര് പറഞ്ഞു, ഏലക്ക. ഞാൻ ഇതിനകത്തൊരു 3-4 ഏലക്ക ഇത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കാരണം മൊബൈൽ കൈ പിടിച്ചുകൊണ്ട് എനിക്കിത് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്നതിൻ്റെ. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എനിക്ക് ആ പൊടിയെല്ലാം വേണ്ടി വന്നു. ഞാൻ ആ പൊടിയെല്ലാം ഇട്ടു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും കട്ടിയിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് പൊടി ഓട്സാണ് അതിന് ചേർക്കേണ്ടത്. ഇനി ഇതിനെ ബോളാക്കുക. ഇങ്ങനെ ബോളാക്കുക. അപ്പോൾ ഞാൻ എല്ലാം ബോളാക്കിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഹെൽത്തി പ്രോട്ടീൻ ലഡുവായിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഉരുട്ടാനെ കൊണ്ട് എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഞാനിതിൽ ഓയിലൊന്നും ചേർത്തില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഓയിലായിട്ട് ചേർക്കാവുന്നതെന്ന് വെച്ചാൽ ഒലിവ് ഓയിൽ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് ഇതിൽ ഓരോ ബോൾ എടുത്ത് ഉരുട്ടാം. ഒലിവ് ഓയിൽ ഇതിൽ ഒഴിക്കരുത്. കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂത്തിട്ട് ഈ ബോൾ ഉരുട്ടാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഈ പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇത് നമുക്ക് ഒരു കണ്ടെയ്നറിനകത്ത് അടച്ച് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഫ്രിഡ്ജ് വെക്കേണ്ട 2 ദിവസത്തേക്ക് നമുക്ക് പുറത്ത് വെക്കാം. അത് കഴിഞ്ഞ് എടുത്ത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും. ഇത് ഇച്ചിയും കൂടെ ടൈറ്റ് ആവും ഇരുന്നിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ. ഇതിപ്പോൾ തന്നെ നല്ല നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു കട്ടിയാണ്. നല്ലൊരു പ്രോട്ടീൻ ലഡു കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ദിവസത്തെ എനർജിക്ക് ഇതേലത്തെ ഒരു ലഡുവിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. നിങ്ങൾ കഴിച്ച് നോക്കുക. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യാനെ കൊണ്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് കഴിച്ച് നോക്കുക. അധികം സാധനമൊന്നുമില്ല. കുറച്ച് കപ്പലണ്ടിയും ഓട്സും കൊക്കോ പൗഡറും മാത്രമേ ഉള്ളൂ മിക്ക വീടുകളിലും ഇല്ലാതെ വരുന്നത്. ഇപ്പോൾ എല്ലാ വീടുകളിലും കേക്ക് ബേക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് കൊക്കോ പൗഡറും ഉണ്ട്. അപ്പോൾ ഇത്രേ സംഭവമുള്ളൂ. പഞ്ചസാര ഇടുന്നില്ല, നമ്മളൊന്നും ഇടുന്നില്ല. പിന്നെ ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം നമ്മൾ എന്തായാലും ഇതിൽ ചേർത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഈത്തപ്പഴം ഇല്ല, നിങ്ങൾക്ക് അതിന് മധുരം വേണ്ടുന്നതിന് പകരം എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ വെള്ള പഞ്ചസാര ഒഴിച്ചിട്ട് ബാക്കി എന്തും നിങ്ങൾക്ക് ഇതിന് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ രീതിയിൽ ചേർക്കാം. ഞാൻ ചേർത്തത് ഈത്തപ്പഴം മാത്രമാണ്. ഈത്തപ്പഴവും പ്രോട്ടീൻ പൗഡറും അതാണ് ഈ ലഡുവിൻ്റെ കളർ. ഇനി ഇത് നമുക്ക് കുറച്ച് കോക്കനട്ടയിൽ ഇങ്ങനെ ഇതിൻ്റെ കോക്കനട്ട് ഇട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ഈ ബോളൊന്ന് ഉരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതും നല്ല ഇതായിട്ട് തന്നെ കിട്ടും. ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ട് ഈ ഓരോ ബോളും അതിലിങ്ങനെ എല്ലാ ഭാഗവും കോക്കനട്ട് വരത്തക്ക രീതിയിൽ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ ചില ബോൾസ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കോക്കനട്ട് ബോൾസ് ഒന്നും പറഞ്ഞൊക്കെ കിട്ടത്തില്ല. അതേപോലെ നല്ല ടേസ്റ്റുള്ള ലഡുവാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. വളരെ എളുപ്പമാണ്. ഈ കപ്പലണ്ടി ഓട്സും പൊടിക്കുന്ന സമയം നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എത്രത്തോളം ഇതിന് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന അളവ് വരെ നിങ്ങൾ അതിനെ ഓട്സിൻ്റെ പൗഡർ ഇട്ട് കൊടുത്ത് വേണം ഉരുട്ടാൻ. അപ്പോൾ പീനട്ടൊക്കെ നമ്മളൊരു ആവറേജ് ഇതിലല്ലേ ഈ പീനട്ടൊക്കെ ഇടുന്നത്. പീനട്ടും ഒരു 1.5 ടേബിൾ സ്പൂണേ കൊക്കോ പൗഡർ ഇടാവും. എന്നിട്ട് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്ന കുറച്ചും കൂടെ ഹെൽത്ത് വേണം, വെയിറ്റ് ലോസ് കുറച്ചും കൂടെ എനർജി വേണമെന്നുള്ളവർക്ക് ഇതിൽ പ്രോട്ടീൻ പൗഡർ വാനില ഫ്ലേവറോ ചോക്ലേറ്റ് ഫ്ലേവറോ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ ഒരു സ്കൂപ്പ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് ഇതുണ്ടാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് ലഡു കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ച് കൊടുക്കുന്നതിനൊക്കെ നല്ലത് ഇതേലത്തെ കുറച്ച് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അവർക്ക് ഓരോ ലഡു കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനകത്ത് നിങ്ങൾ പ്രോട്ടീൻ പൗഡർ ഉണ്ട്, അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഈ ലഡു ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക,
ഓട്സ് പൊടി ചേർത്തിട്ടാണ് നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുന്നത്. ഈ കപ്പലണ്ടിയൊക്കെ ചുമ്മാ തിന്നാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ബോളാക്കി കൊടുത്താൽ മതി. അവർ അന്നേരം ആ കപ്പലണ്ടിയുടെ ഇതെല്ലാം അകത്തും ഇത് വെച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ബോൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ പ്രോട്ടീൻ ലഡു ഇതായിട്ടുണ്ട്. പ്രോട്ടീൻ ബോളെന്നോ പ്രോട്ടീൻ ലഡുവെന്നോ ഒക്കെ പറയും. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഗ്രേറ്റഡ് കോക്കനട്ടിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ നേരം വേണമെങ്കിൽ ഒരു കോക്കനട്ട് തേങ്ങയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഇത് വെയിറ്റ് ലോസ് ലഡുവാണ്. അല്ലാതെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി എനർജി ആയിട്ടുള്ള പ്രോട്ടീൻ ലഡുവാണ്. ഇതിൽ ഒരെണ്ണം ഒരു ദിവസം കഴിച്ചാൽ മതി. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഒരെണ്ണം കഴിച്ചാൽ മതി. 1-2 എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിന് കഴിക്കാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇതിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൽ ഞാൻ പ്രോട്ടീൻ പൗഡർ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് ആദ്യം ഈത്തപ്പഴ പേസ്റ്റിനകത്ത് ഞാൻ കൊക്കോ പൗഡർ എന്നുള്ളത് എനിക്ക് തോന്നുന്നു പ്രോട്ടീൻ പൗഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. പക്ഷേ ഞാൻ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഓയിൽ, ഷുഗർ, പ്രോട്ടീൻ പൗഡർ ചേർത്തിട്ടില്ല. മധുരത്തിന് ആവശ്യമായിട്ട് ഈത്തപ്പഴം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചേർക്കാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ചേർക്കാം. പ്രോട്ടീൻ പൗഡർ വേണമെങ്കിൽ ഇപ്പം ജിമ്മിൽ വർക്കൗട്ടിനൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡറുടെ വേ പ്രോട്ടീനോ അങ്ങനെ നിങ്ങളുടെ ഉള്ളതിൻ്റെ 1 സ്കൂപ്പോ 2 സ്കൂപ്പോ അതും കൂടെ ചേർക്കാം നിങ്ങൾക്ക്. എന്തായാലും ഈ പരുവത്തിന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ കഴിയണം. ഇതിനകത്ത് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തുവാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇതെങ്ങും ഒട്ടത്തൊന്നുമില്ല കേട്ടോ. കയ്യിലൊന്നും ഒട്ടത്തില്ല. നല്ല ഇതായിട്ട് നമുക്ക് കഴിക്കും. ഓഫീസിലൊക്കെ പോകാനെ കൊണ്ട് ഇറങ്ങുമ്പോൾ ഇതെല്ലാം ഒരു ബോൾ എടുത്ത് കൈ വെച്ച് കഴിച്ചുകൊണ്ട് കാറെ കയറി പോയാൽ അല്ലെങ്കിൽ വണ്ടി കയറി പോകാൻ നേരം ജസ്റ്റ് മുട്ടായിയൊക്കെ തിന്നുന്നതിന് വരാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തൊരു സ്റ്റിക്ക് കുത്തിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ലോലിപ്പോപ്പ് എന്ന് പറഞ്ഞ് കഴിക്കാൻ കൊടുത്താലും മതി. കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ഒരു സ്റ്റിക്ക് കൂടെ കുത്തി വെച്ചിട്ട് ലോലിപ്പോപ്പ് പോലെ അങ്ങ് കൊടുത്താൽ മതി. കാരണം ഇത് നുറുങ്ങി അങ്ങനെ പീസായിട്ട് വായി പോയിട്ട് അങ്ങ് കണ്ണാക്കി കുടുങ്ങും അങ്ങനൊന്നുമില്ല. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇത് ഇങ്ങനെയുള്ള ഓട്സൊക്കെ ആയിട്ട് ചിലപ്പം വായിലിട്ട് അലിയുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അങ്ങ് അരിഞ്ഞ് പൊക്കോളും. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കും. ഇത് 2 ദിവസത്തേക്ക് ഞാനിങ്ങനെ പുറത്ത് തന്നെ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അടപ്പ് വെച്ച് അടച്ചിട്ട് 2 ദിവസം പുറത്ത് വെക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് തീരുന്നവരെ പിന്നെ ഫ്രിഡ്ജിലായിരിക്കും ഉണ്ടാവുക. പിന്നെ പുറത്തെടുത്ത് കഴിക്കാൻ നേരം ചൂടൊന്നും ആക്കത്തില്ല. ഇത് നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഫ്രഷായിട്ട് കഴിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ട് കഴിക്കുന്നത് തമ്മിൽ 2 ടേസ്റ്റാണ്. ഭയങ്കര നല്ല വ്യത്യാസമുള്ള ടേസ്റ്റാണ്. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തണുപ്പിച്ച് കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കുക. ഇപ്പോൾ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. ഇനി ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റേതായിട്ടുള്ള ഒരു ലഡു വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അങ്ങനെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് പിന്നെ ഇപ്പം വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ലഡു ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റും. അവർ കഴിച്ചോളും.